സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മെയ് 4-ന് രാജ്യം കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. നിലവിൽ ജനവിധി രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് മെഷീനുകൾ വോട്ടെണ്ണുന്ന ദിനത്തിനായി സ്ട്രോങ് റൂമുകളിൽ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെയും പാലക്കാട് നെന്മാറ നിയോജക മണ്ഡലത്തിലെയും EVM മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ചില ദൃശ്യങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും EVMുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. EVM മെഷീനുകൾ അനുവാദമില്ലാതെ തുറക്കുന്നത് എന്തിനാണെന്നുമൊക്കെ വീഡിയോയിൽ ചോദിക്കുന്നതും ഇത് സംബന്ധിച്ച് വാക്തർക്കവുമെല്ലാം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ സംബന്ധിച്ച് വ്യക്തമായ ആധികാരികതയൊന്നും ഞങ്ങളുടെ പക്കലില്ല. അതുകൊണ്ട് ആ വീഡിയോ പങ്കുവയ്ക്കാൻ നിർവാഹമില്ല എന്ന് അറിയിക്കട്ടെ. ആ വീഡിയോ പുതിയതാണോ അതോ വ്യാജമായി നിർമ്മിച്ചതാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. വോട്ടെണ്ണൽ ദിവസം വരെ ഒരാൾ പോലും സ്ട്രോങ് റൂമുകളിൽ പ്രവേശിക്കാൻ പാടില്ലെന്നാണ് കർശനമായ ചട്ടം. എന്നാൽ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്ട്രോങ് റൂം തുറക്കാം എന്നും നിയമത്തിൽ പറയുന്നുണ്ട്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കാണ് വോട്ടിംഗ് മെഷീനുകളും തിരഞ്ഞെടുപ്പ് രേഖകളും സീൽ ചെയ്ത് സുരക്ഷിതമാക്കേണ്ട ചുമതല. അത് റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറണം. മെഷീനുകൾ സുരക്ഷിതമായി പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കേണ്ട ചുമതല റിട്ടേണിംഗ് ഓഫീസർക്കാണ്. വോട്ടെണ്ണലിന് മുൻപ് ഒരു തവണ മാത്രമേ സീൽ ചെയ്ത EVMുകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. സ്ഥാനാർത്ഥികളുടെയും അവരുടെ ഏജന്റുമാരുടെയും അനുമതിയോടെ മാത്രമേ ഈ നടപടിക്രമങ്ങൾ മുഴുവനും പാടുള്ളൂ എന്നാണ് നിയമം. എന്നിട്ടും ആ ദൃശ്യങ്ങളിൽ EVM അനാവശ്യമായി തുറന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഒരുമിച്ചാണ് സൂക്ഷിക്കേണ്ടത്. ബാലറ്റ് യൂണിറ്റുകൾക്ക് മുകളിൽ ഫോം 24A കൺട്രോൾ യൂണിറ്റ് വെക്കേണ്ടത്. വോട്ടെടുപ്പിന് മുൻപും ശേഷവും പ്രിസൈഡിംഗ് ഓഫീസർമാർ തയ്യാറാക്കുന്ന സത്യവാങ്മൂലം അടങ്ങുന്ന സീൽ ചെയ്ത കവർ, പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറി, ഫോം 21A വോട്ട് രജിസ്റ്റർ എന്നിവ റിട്ടേണിംഗ് ഓഫീസറുടെ സുരക്ഷിത കസ്റ്റഡിയിലാണ് സൂക്ഷിക്കേണ്ടത്. ഒരു കാരണവശാലും ഇത്തരം രേഖകൾ EVM സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകളിൽ വെക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. ഇത് ലംഘിക്കപ്പെട്ടതിനാലാണ് നെന്മാറയിൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള നീക്കം തടയപ്പെട്ടത്. 2023 ജൂലൈ 18-ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ സ്ട്രോങ് റൂമുകൾ നിരീക്ഷിക്കാൻ അനുവദിക്കണമെന്ന നിർദ്ദേശമുള്ളത്. വോട്ടെണ്ണൽ ദിവസം വരെയുള്ള കാലയളവിൽ ഒഴിവാക്കാനാകാത്ത കാരണം മൂലം മുറി തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇക്കാര്യം റിട്ടേണിംഗ് ഓഫീസർ രേഖാമൂലം സ്ഥാനാർത്ഥികളെയോ അംഗീകൃത ഏജന്റുമാരെയോ അറിയിക്കണം. ഇവരുടെ സാന്നിധ്യത്തിൽ മുറി തുറന്ന ശേഷം പെട്ടെന്ന് തന്നെ അടച്ച് സീൽ ചെയ്യണമെന്നും ചട്ടത്തിൽ പറയുന്നുണ്ട്. വാതിലിന്റെ പൂട്ടിലും ജനാലകളിലും സീൽ പതിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെയും അനുവദിക്കണം. ഫോം N-23 ആരൊക്കെ മുറിയിൽ പ്രവേശിച്ചു, ആവശ്യം എന്തായിരുന്നു, അകത്തു കടന്നതിന്റെയും പുറത്തു വന്നതിന്റെയും സമയം, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യൊപ്പ് എന്നിവ അടങ്ങുന്ന ലോഗ് ബുക്ക് തയ്യാറാക്കുകയും വേണം. സ്ട്രോങ് റൂമിൽ സുരക്ഷാ ഭടന്മാരെ വിന്യസിക്കുന്നത് 3 തലങ്ങളായാണ്. ഏറ്റവും പ്രധാന സുരക്ഷ വേണ്ട ഇന്നർ യൂണിറ്റിന്റെ കാവൽ ചുമതല കേന്ദ്ര സുരക്ഷാ സേനയ്ക്കാണ്. സ്ട്രോങ് റൂമും പരിസരവും CCTVയുടേതടക്കമുള്ള സഹായത്തോടെയാണ് ഇവർ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നത്. സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്നിടത്തെ വളപ്പിനുൾവശം അഥവാ ഔട്ടർ യൂണിറ്റിൽ സംസ്ഥാന പോലീസാണ് സുരക്ഷയൊരുക്കുന്നത്. ഗേറ്റിന് പുറത്തെ സുരക്ഷയാണ് 3ാമത്തെ തലം. AR ക്യാമ്പിലെ പോലീസുകാരെയാണ് ഇവിടെ നിയോഗിക്കുന്നത്. നിശ്ചിത ദിവസത്തിന് 3 ദിവസം മുൻപ് തന്നെ വോട്ടെണ്ണൽ ഹാളുകൾ സജ്ജമാക്കണമെന്നാണ് ചട്ടം. വോട്ടെണ്ണൽ തീയതി, സമയം, സ്ഥലം എന്നിവയെക്കുറിച്ച് സ്ഥാനാർത്ഥികൾക്ക് മുൻകൂട്ടി വിവരം നൽകണം. വോട്ടെണ്ണൽ ദിവസം സ്ഥാനാർത്ഥികൾ, അംഗീകൃത പ്രതിനിധികൾ, റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വേണം സ്ട്രോങ് റൂം തുറക്കാൻ. ഇതെല്ലാം പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നും പറയുന്നുണ്ട്. CCTV നിരീക്ഷണത്തിലായിരിക്കണം എല്ലാ നടപടിക്രമങ്ങളും നടത്തുവാൻ. സ്ട്രോങ് റൂം തുറന്ന് കൺട്രോൾ യൂണിറ്റ് കൗണ്ടിംഗ് ഹാളിലേക്ക് എത്തിക്കേണ്ട ചുമതല റിട്ടേണിംഗ് ഓഫീസർക്കാണ്. പോളിംഗ് സ്റ്റേഷനുകളുടെ സീരിയൽ അനുസരിച്ചാണ് കൺട്രോൾ യൂണിറ്റുകൾ കൗണ്ടിംഗ് ഹാളിലേക്ക് സ്ട്രോങ് റൂമുകളിൽ നിന്ന് ഏജന്റിന്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവരുന്നത്. ബാലറ്റ് യൂണിറ്റുകൾ സ്ട്രോങ് റൂമിൽ തന്നെ സൂക്ഷിക്കണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.